എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജേഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ആദ്യത്തെ ആഴ്ച നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ആദ്യം വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് 71.6 kg ആയിരുന്നു. ഈ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ എത്ര വെയിറ്റ് ആണ് നമുക്ക് കുറഞ്ഞിട്ടുള്ളത് എന്നറിയാനായിട്ട് വളരെയധികം സത്യം പറഞ്ഞാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വെയിറ്റ് നോക്കുന്നില്ല കേട്ടോ. പകരം നാളെ രാവിലെ 8th ഡേയുടെ രാവിലെയാണ് നമ്മൾ വെയിറ്റ് നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച മാക്സിമം 1 കിലോ അല്ലെങ്കിൽ 1.5, ഇനി കൂടിപ്പോയാൽ 2 കിലോ എന്നുള്ള രീതിയിലാണ് വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ച് തന്നെയാണോ എൻ്റെ വെയിറ്റ് കുറഞ്ഞത്, ഇനി ഒട്ടും കുറഞ്ഞിട്ടില്ലേ, ഇനി കൂടിയോ, കാരണം പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്, അപ്പൊ അതിനനുസരിച്ച് വെയിറ്റ് കൂടിയോ, ഇങ്ങനെ ഒത്തിരി ഡൗട്ടുകളാണ് എനിക്ക് തന്നെ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മളെ പ്ലാൻ പ്രകാരം അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നമുക്ക് വെയിറ്റ് ലോസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് നാളത്തെ വീഡിയോ വരെ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും ഇനി കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേട്ടോ തീരുമാനം. നമ്മൾ ഈ ഒരാഴ്ച വെയിറ്റ് ലോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊരു പ്ലാൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു ബ്രീഫിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്ന് നമ്മൾ തരാൻ പോകുന്നത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ 8th ഡേ മുതൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇപ്പോൾ ഉള്ളതിൽ നിന്നും വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രധാനമായിട്ട് 2 കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത്: എക്സസൈസ് ആൻഡ് ഡയറ്റ്. ഇനി എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും 2 മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച 7 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പോലും നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ആഴ്ച നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 6 ഡേയ്സ് എക്സസൈസും 1 ഡേ റെസ്റ്റുമാണ്. എക്സസൈസിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന 2ാമത്തെ മാറ്റം, നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗ്രാജുവലി ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒട്ടും എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ 10 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് എക്സസൈസ് ചെയ്ത് ശീലമുള്ളവർ അവർക്ക് അനുസൃതമായിട്ട് അവരുടെ ഒരു ബോഡി പവറിനനുസരിച്ച് എക്സസൈസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അറ്റ് ദി എൻഡ് ഓഫ് ദി വീക്ക് നമ്മൾ എത്തുന്നത് മോർണിംഗ് 30 മിനിറ്റ്സ് എക്സസൈസ് ആൻഡ് ഈവനിങ് 30 മിനിറ്റ്സ് എക്സസൈസ്, ഈ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ആദ്യത്തെ ഒരു വീക്ക് എത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് കൂടി കൂട്ടിയിട്ട് 35 മിനിറ്റ്സ് രാവിലെയും 35 മിനിറ്റ്സ് വൈകിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഡയറ്റിനെ കുറിച്ച് പറയാം. ഡയറ്റിൽ നിന്ന് നമ്മൾ 2 മാറ്റങ്ങളാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അരിയാഹാരം കഴിഞ്ഞ ആഴ്ച ലിമിറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ പോർഷൻ കൺട്രോൾ ആണ്, അല്ലാതെ അരിയാഹാരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ആഴ്ച ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അരിയാഹാരം നമ്മൾ ആഴ്ചയിൽ 3 നേരം മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതായത് 3 നേരമാണ്, ശ്രദ്ധിക്കുക, 3 ദിവസമല്ലേ, 3 നേരം. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇതിലേതായാലും നിങ്ങൾക്ക് ആഴ്ചയിൽ 1 നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ 3 ദിവസം ചോറ് കഴിച്ചു എന്ന് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ആഴ്ച ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ലഞ്ചിനോ ഒന്നിനും അരിയാഹാരം കഴിക്കാൻ പറ്റില്ല. അരി മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഗോതമ്പ് കഴിക്കാം, അതേപോലെ പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, മില്ലറ്റ്സ് ഉപയോഗിക്കാം. പയറുവർഗ്ഗങ്ങൾ തന്നെ നമുക്ക് പുഴുങ്ങിയും അതേപോലെ മുളപ്പിച്ചും കഴിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള സാലഡുകൾ കഴിക്കാം. ആ ഒരു രീതിക്ക് നമ്മളെ ഫുഡിനെ നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതേപോലെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന 2ാമത്തെ കാര്യമാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. നമ്മൾ അടുത്ത ആഴ്ച മുതൽ, അതായത് 8th ഡേ മുതൽ നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിലേക്ക് മാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിനെ കുറിച്ച് ഒരുവിധ ആളുകൾക്കൊക്കെ ധാരണ ഉണ്ടെന്ന് അറിയാം. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ട് ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് തിരഞ്ഞെടുത്തു എന്നതിലേക്കാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചൊരു കാര്യമാണ്. ആഫ്റ്റർ ഡെലിവറി ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചു. ഏകദേശം 86 കിലോയോളം ഞാൻ ഉണ്ടായിരുന്നു. ആ ഒരു 86 കിലോയിൽ നിന്ന് 10 കിലോയോളം കുറയ്ക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് രീതിയാണ് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ലോസിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഇനി ഇതിനെക്കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായിട്ട് വളരെ കുറച്ച് മാത്രം ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. നമ്മൾ എത്ര ഭക്ഷണമാണോ നോർമലി കഴിക്കുന്നത് അത്ര തന്നെ ഭക്ഷണം നമുക്ക് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ കഴിക്കാം. നമ്മൾ ചെയ്യുന്നത് കഴിക്കുന്ന ഭക്ഷണം സമയബന്ധിതമായി കഴിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നതും 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ 9 മണിക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ എൻ്റെ ഡിന്നർ 5 മണിയാകുമ്പോഴേക്കും ഞാൻ ഫിനിഷ് ചെയ്യണം. 5 മണിക്ക് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. രാവിലെ 9 മണി വരെ പിന്നീട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വെള്ളം മാത്രം കുടിക്കാം. ഇനി അത്യാവശ്യമെങ്കിൽ അതായത് BP ഒക്കെ കുറഞ്ഞു പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഉപ്പിട്ടൊക്കെ കുടിക്കാം. അങ്ങനെ
ചെറിയ രീതിയിലുള്ള പാനീയങ്ങൾ ഓക്കെയാണ്, പക്ഷെ അല്ലാതെ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കലോറി ഉള്ള ഒന്നും തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുന്നില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള 8 hours 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്ന സമയം എന്നുള്ളത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് രാവിലെ 9 to 5 ആണ്. ബിക്കോസ് എനിക്ക് രാവിലെ ഭക്ഷണം നേരത്തെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു എനർജി ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ട് 9 മണിക്ക് എൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്തിന് മുമ്പ് തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു എനർജി വേണം. അപ്പൊ അതുകൊണ്ട് രാവിലെ 9 o'clock ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണിക്ക് ഞാൻ എൻ്റെ അവസാനത്തെ ഡിന്നറും അവസാനിപ്പിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലേക്ക് കടക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 o'clock നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇനി ലേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്ര നേരത്തെ തന്നെ നമ്മളെ ഫുഡ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വിശക്കും. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്കൊരു 12 o'clock 11 o'clock ഒക്കെ നമുക്ക് 12 o'clock സ്റ്റാർട്ട് ചെയ്താൽ മാക്സിമം 8 മണി വരെ, രാത്രി 8 മണി വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഈ ഒരു ടൈമിങ് നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ശീലത്തിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് വീക്കിലെ പ്ലാൻ ആയിട്ട് ഇന്ന് പറയാനുള്ളത്. ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എല്ലാ ദിവസവും ഒരേ പ്ലാൻ ആണ്. രാവിലെ എഴുന്നേൽക്കുന്നു, വെള്ളം കുടിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം എക്സസൈസ് ചെയ്യുന്നു, 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് എനിക്ക്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് 2 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ്. ഉച്ചയ്ക്ക് ലഞ്ചിന് 2 മുട്ടയും വലിയൊരു ക്യാരറ്റും ഒരു റോബസ്റ്റ പഴവുമാണ് കഴിച്ചത്. വൈകിട്ട് ഒരു പാൽ ചായ മധുരമിടാതെ കഴിച്ചു. കുറച്ചു കഴിഞ്ഞ് വിശന്നപ്പോൾ ഒരു ചെറിയ പോംഗ്രനേറ്റും ഒരു റോബസ്റ്റ പഴവും കഴിച്ചു. അതിനുശേഷം അരമണിക്കൂർ സൂംബ ഡാൻസ് ചെയ്തു. ഡിന്നറിന് കഴിച്ചത് ചെറുപയർ പുഴുങ്ങിയതും കോവയ്ക്ക ഉപ്പേരിയുമാണ്. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നാളെ രാവിലെ നമ്മൾ വെയിറ്റ് നോക്കും. എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും നാളത്തെ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.